Tereyilakam, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. നമസ്കാരം. ഈ ദിവസത്തെ പ്രധാന തിരഞ്ഞെടുപ്പ് വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി തിരയിളക്കം ആരംഭിക്കുന്നു. താൻ ജയിച്ചാൽ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും എന്ന കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. സംഭവം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്നു. പ്രഥമ പരിഗണന പേര് മാറ്റുന്നതിന് നൽകും എന്ന് വ്യക്തമാക്കിയതിനെ വിമർശിച്ച് മറ്റ് മുന്നണി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ രാഹുൽ ഗാന്ധി എന്തു പറയുന്നു എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. തൃപ്പൂണിത്തറയിലെ തെരഞ്ഞെടുപ്പ് കേസാണ് മറ്റൊരു സുപ്രധാന വിഷയം. വിധി കെ ബാബുവിന് ആശ്വാസം നൽകുന്നതാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന വിധിയല്ല എന്നാണ് പരാതിക്കാരനായ എം സ്വരാജിൻ്റെ പ്രതികരണം. ആറ്റിങ്ങലിൽ ഇരു മുന്നണികളും ഇടതുമുന്നണിയും BJPയും തമ്മിൽ രഹസ്യധാരണ എന്നാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിൻ്റെ ആരോപണം. അതിനൊക്കെ മുമ്പ് ആലപ്പുഴ കലക്ട്രേറ്റിൽ CPI നേതാക്കളുടെ പ്രതിഷേധത്തെ സംബന്ധിച്ചുള്ള വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. തുടങ്ങാം തിരയിളക്കം. Tereyilakam, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. ആലപ്പുഴ കലക്ട്രേറ്റിൽ CPI നേതാക്കളുടെ പ്രതിഷേധമാണ്. CPI നേതാക്കൾ കലക്ടറുടെ ഓഫീസിൽ കുത്തിയിരിക്കുന്നു. മാവേലിക്കര LDF സ്ഥാനാർത്ഥിയുടെ പേര് ബാലറ്റ് പേപ്പറിൽ തെറ്റായി ചേർത്തതിലാണ് പ്രതിഷേധം. സ്ഥാനാർത്ഥിയുടെ പേര് അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്ന് ചേർക്കണമെന്നാണ് എഴുതി കൊടുത്തിരുന്നത്. എന്നാൽ ബാലറ്റിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ CA എന്നാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. പിശക് തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വിവരങ്ങളുമായി എന്നോടൊപ്പം ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ സ്നേഹജൻ, അരുൺകുമാറിൻ്റെ പേര് മാറ്റിയടിക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യം ഉയരുന്നത്. അത് സാധ്യമാണോ? ഈ തർക്കം ഇപ്പോഴും തുടരുകയാണോ? ഇപ്പോഴും CPIയുടെ നേതാക്കന്മാർ, CPIയുടെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് അടക്കമുള്ള ആളുകൾ കളക്ടറുടെ ചേംബറിലുണ്ട്. അവർ പ്രതിഷേധ സൂചകമായി ഇത് തിരുത്തുന്നത് വരെ അവിടെ തന്നെ തുടരും എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക ബാലറ്റ് പേപ്പറിന്റെ രൂപം അടിച്ചു വന്നിരുന്നു. അതിൽ ആദ്യത്തെ പേരുകാരനായി CA അരുൺകുമാറിന്റെ പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അരുൺകുമാറിന്റെ പേര് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് അരുൺകുമാർ CA എന്നാണ്. അതായത് CA എന്ന ആദ്യത്തെ ഇനിഷ്യൽ അവസാനമായാണ് ഉള്ളത്. അതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ കാരണമായി മാറിയിരിക്കുന്നത്. കാരണം പ്രചാരണ ഘട്ടത്തിലെല്ലാം തന്നെ ഇടതുമുന്നണി മാവേലിക്കര സ്ഥാനാർത്ഥി അരുൺകുമാറിന്റെ പേര് പ്രചാരണ ഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചത് അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്നുള്ളതാണ്. ആ പേരിൽ തന്നെ കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നത്തക്ക രീതിയിൽ അഡ്വക്കേറ്റ് അരുൺകുമാർ CA ആ ഇനിഷ്യൽ അവസാനത്തേക്ക് വന്നതാണ് ഈ പ്രശ്നമായി വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ CPI നേതാക്കൾ നമ്മളോട്, TJ ആഞ്ചലോസ് അടക്കമുള്ള നേതാക്കൾ നമ്മളോട് പറഞ്ഞത്, ഇവിടെ നിന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോഴടക്കം എഴുതി കൊടുത്തത് കൃത്യമായ പേരാണ്. മറിച്ച് ആലപ്പുഴ കളക്ട്രേറ്റിൽ നിന്ന് ഈ രേഖകൾ ഇലക്ഷൻ ഓഫീസിലേക്ക് പോയപ്പോൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പോയപ്പോൾ തെറ്റായി രേഖപ്പെടുത്തിയതാണ്, ഇത് തിരിച്ച് രേഖപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. അതേസമയം പല നേതാക്കന്മാരുടെയും പല മത്സരിക്കുന്ന ആളുകളുടെയും പേരുകൾ ചൂണ്ടിക്കാട്ടി, NDA സ്ഥാനാർത്ഥിയുടെ അടക്കം പേരുകൾ ചൂണ്ടിക്കാട്ടി ഈ ആരോപണത്തെ ഇവർ വിമർശിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ബൈജു കലാശാലയാണ് NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അത് ഔദ്യോഗിക നാമം അല്ലാതിരുന്നിട്ട് പോലും ബൈജു കലാശാല എന്ന പേര് രേഖപ്പെടുത്താനായി ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിഭാഗം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അരുൺകുമാറിന്റെ പേര് കൃത്യമായി എഴുതി കൊടുത്തിട്ടും അത് തിരിഞ്ഞുപോയി, അതായത് ഇനിഷ്യൽ അവസാനമായി വന്നു, കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നത്തക്ക രീതിയിൽ എങ്ങനെയാണ് ആ പേര് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് കാരണമായി മാറിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കളക്ടറുടെ ചേംബറിലുള്ളത് ജില്ലാ സെക്രട്ടറി, CPIയുടെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, G കൃഷ്ണപ്രസാദ്, സത്യനേശൻ തുടങ്ങിയ CPI നേതാക്കന്മാരാണ് കളക്ടറുടെ ചേംബറിൽ ഇപ്പോൾ 1 മണിക്കൂറായി തുടരുന്നത്. ഇവർ അവിടെ നിന്ന് തന്നെ ഇത് പരാതി നൽകി, അതായത് ജില്ലാ കളക്ടർക്ക്, ഭരണാധികാരിയെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ പരാതി ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പോയി അവിടെ നിന്ന് മറുപടി ലഭ്യമായാൽ മാത്രമേ, ഈ തിരുത്ത് വന്നാൽ മാത്രമേ അവിടെ നിന്ന് പോകൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ CPI ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ. ഈ പേരിങ്ങനെ തെറ്റി അല്ലെങ്കിൽ മാറി, ഇനീഷ്യൽ മാറി വരേണ്ട
മാറേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ്? അത് ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ച ഒരു വീഴ്ചയാണോ, അതോ സ്വാഭാവികമായി ഇനീഷ്യലുകൾ ഇങ്ങനെ അവസാനം കൊടുക്കുന്ന രീതി അവിടെ അവലംബിച്ചു എന്നതാണോ, അതോ ഇനി ഇവർ സമർപ്പിച്ച രേഖകൾ നോക്കി അങ്ങനെ ഔദ്യോഗിക നാമം എന്ന നിലയിൽ എടുത്തതാണോ? എന്താണ് അങ്ങനെ വരാനുണ്ടായ ഒരു കാരണമെന്ന് ഈ അധികാരികൾ വ്യക്തമാക്കുന്നത്? ഇതിനകത്ത് രേഖപ്പെടുത്തിയിരുന്ന പേര്, അതായത് നാമനിർദ്ദേശ പത്രികയിൽ മറ്റു സ്ഥാനാർത്ഥികൾ എല്ലാവരും കൊടുത്തിരുന്ന പേരുകൾ അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അരുണിന്റെ പേര് മാത്രമാണ് ഇത്തരത്തിൽ ഇനിഷ്യൽ, അതായത് കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്ന രീതിയിൽ അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്നുള്ള പേരിന്റെ CA എന്നുള്ള ഭാഗം, ആ ഇനിഷ്യൽ വരുന്ന ഭാഗം അഡ്വക്കേറ്റ് അരുൺകുമാർ CA എന്നുള്ള രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോ അതിലാണ് മനു നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ബൈജു കലാശാലയുടെ അടക്കം പേരുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് CP അതിനെ പ്രതിരോധിക്കുന്നത്. കാരണം ഔദ്യോഗിക നാമം അല്ലാതിരുന്നിട്ട് പോലും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബൈജു കലാശാല എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത്. ആ പ്രചരണത്തിന് ഉപയോഗിച്ച പേര് തന്നെ ബൈജു കലാശാലയ്ക്ക് ആ ഇലക്ഷന്റെ വോട്ട് ചെയ്യുന്നതിന് രേഖപ്പെടുത്തുന്ന പേര് അങ്ങനെ തന്നെ അവർ ഇലക്ഷൻ കമ്മീഷൻ രേഖപ്പെടുത്താൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അരുണിന്റെ പേരിൽ ഒരു വ്യത്യാസം? അവർ പറയുന്ന ആരോപണം ശരിയാണ്. കാരണം നമ്മൾ പ്രചരണ ഘട്ടത്തിലെല്ലാം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചരിത്രവുമുണ്ട്, നമുക്കറിയാമല്ലോ. VM സുധീരൻ പരാജയപ്പെട്ടത് അപരൻ വരികയും ആ അപരൻ വളരെ കൂടുതൽ വോട്ടുകൾ പിടിക്കുകയും 8000-ഓളം വോട്ടുകൾ പിടിച്ചാണെന്ന് VM സുധീരൻ തുച്ഛമായ വോട്ടുകൾക്ക് തോറ്റത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരുവിധ റിസ്കിനും തയ്യാറല്ല എന്നുള്ളതാണ് എല്ലാ മുന്നണികളും. ആ ഘട്ടത്തിലാണ് ഈ കേട്ട പേര്. ശരണ്യ, ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതേണ്ടത്? ഇത് മാറ്റാൻ ഈ CPI നേതാക്കളുടെ ആവശ്യം അംഗീകരിക്കാം എന്ന നിലപാടിലാണോ ജില്ലാ ഭരണകൂടം, അതോ ഇത് അവർ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന നിലപാടിലാണോ ഈ വരണാധികാരിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ? നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് തിരുത്താൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ചുള്ള പരാതി ഇപ്പോൾ CPIയുടെ ഭാഗത്തു നിന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. LDF അത്തരത്തിലൊരു പരാതി CPI ജില്ലാ സെക്രട്ടറി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് അതിനുള്ള പേപ്പറുകൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് അതിനുള്ള പേപ്പറുകൾ നീക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനകത്ത് ഇത് തിരുത്തി മാറ്റിയാൽ മാത്രമേ ആ പ്രതിഷേധത്തിൽ ഞാൻ ശരണ്യയിലേക്ക് മടങ്ങി വരാം. ശ്രീ ആഞ്ചലോസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആഞ്ചലോസ്, ഇത് എങ്ങനെയാണ് ഈ തെറ്റ് സംഭവിച്ചത് എന്നാണ് CPI മനസ്സിലാക്കുന്നത്? അവരുടെ ഭാഗത്തു നിന്ന്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു ജാഗ്രതക്കുറവുണ്ടായോ? അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്? ഇത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പിശക. ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്റെ പേര് ബാലറ്റിൽ അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്ന് രേഖപ്പെടുത്തണം എന്ന് കൃത്യമായി എഴുതി കൊടുത്തതാണ്. അദ്ദേഹം മാത്രമല്ല, മറ്റെല്ലാ സ്ഥാനാർത്ഥികളും അവരവരുടെ പേര് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് രേഖാമൂലം എഴുതി കൊടുക്കുകയുണ്ടായി. മറ്റു സ്ഥാനാർത്ഥികളെല്ലാം കൃത്യമായും രേഖപ്പെടുത്തി. എന്നാൽ അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ പേര് രേഖപ്പെടുത്തിയത് അഡ്വക്കേറ്റ് അരുൺകുമാർ CA എന്നാണ്. ഞങ്ങൾ വ്യാപകമായി പ്രചരണങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്നുള്ള തരത്തിലാണ്. എന്നാൽ ബാലറ്റിൽ വന്നിരിക്കുന്ന പേര് അഡ്വക്കേറ്റ് അരുൺകുമാർ CA എന്നുള്ളതാണ്. പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലുണ്ടായ വീഴ്ചയാണ് അത് സംബന്ധമായി പരാതി നൽകി ഞങ്ങൾ കളക്ടറേറ്റിലിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ അതിന്റെ വിവരങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞത്. അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇപ്പോഴും കളക്ടറേറ്റിലിരിക്കുക. ഏതായാലും നിങ്ങളുടെ ഈ ആവശ്യത്തിന് ഒരു അനുകൂല നിലപാടാണോ ജില്ലാ വരണാധികാരിയിൽ നിന്നൊക്കെ ലഭിക്കുന്നത്? അവർക്കിത് മനസ്സിലായോ? അവരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായും പിശക് സംഭവിച്ചു എന്ന് അവർ സമ്മതിക്കുന്നു. പൂർണ്ണമായും ഗുരുതരമായ പിശക് സംഭവിച്ചു എന്നുള്ളത് അവർ അംഗീകരിക്കുന്നുണ്ട്, അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രചരണം സംഘടിപ്പിച്ചതാണല്ലോ അഡ്വക്കേറ്റ് CA അരുൺകുമാർ എന്നുള്ള പേരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്. അപ്പോൾ ആ വീഴ്ച ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ പ്രതീക്ഷിച്ച് ഞങ്ങളിരിക്കുക. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ എത്തുന്ന ആളുകൾ ആ ഒരു മിനിറ്റ് സമയമാണല്ലോ അവർ അതിനുവേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരെ കൺഫ്യൂസ് ചെയ്യുന്നത് ഒട്ടും ശരിയായൊരു നടപടിയില്ല. അപ്പോൾ സ്വാഭാവികമായ ഒരു സ്ഥാനാർത്ഥി അവരൊരു പേര് മനസ്സിൽ കരുതി വരുന്നു, ആ പേര് കാണുന്നില്ല എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ അവർക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ പേര് CPI ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടണം എന്ന ആവശ്യം ശരിയുമാണ്. പക്ഷേ അത് ഉറപ്പ് ആയി കിട്ടും എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടോ? അല്ല, നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ
ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരാതി 100% ശരിയാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അസംബന്ധമായി പിശക് സംഭവിച്ചു എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതിന്മേലെ ഒരു നീതി ഉണ്ടാകണമല്ലോ. അതിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കുക. യെസ്, വളരെ നന്ദി ശ്രീ ടി ജെ ആഞ്ചലസ് ഞങ്ങൾക്കൊപ്പം ചേരുകയും ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തതിനൊപ്പം ശരണ്യ തുടരുന്നു. ശ്രീ ശരണ്യ സ്നേഹജൻ, അതുതന്നെയാണ് ശ്രീ ടി ജെ ആഞ്ചലോസ് പറയുന്നത്. വ്യക്തമായി ഒരു പ്രചരണം നടത്തിക്കഴിഞ്ഞു, അപ്പോൾ ഇനി അത് മാറ്റുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് സംഭവിച്ചത് എന്നവർ സമ്മതിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മനു, നാമനിർദ്ദേശ പത്രിക ഈ തെരഞ്ഞെടുപ്പ് ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാവേലിക്കര അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അത്തരം വലിയൊരു മത്സരം എല്ലാ കാലത്തും നടക്കുകയും UDF-ന് കുത്തക ആധിപത്യം ഉള്ള മണ്ഡലം എന്ന് പറയുമ്പോൾ പോലും അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ മാവേലിക്കരയിൽ ഒരു കൃത്യമായ മത്സരം കാഴ്ചവെക്കാനും സാധ്യതകൾ കണ്ടെത്താനും LDF-നും CPI-ക്കും കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചിട്ടയായ പ്രവർത്തനവുമായി പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മുന്നോട്ട് പോയ മുന്നണിയാണ് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ കാര്യത്തിൽ പോലും, അത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ കാര്യത്തിൽ പോലും ഒരു വീഴ്ച അത് പരിഹരിച്ചു പോകേണ്ടതാണ്, അതിൽ വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ LDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേര് ഇത്രയും ദിവസമൊക്കെ അനൗൺസ് ചെയ്തതും ഒപ്പം തന്നെ എല്ലായിടങ്ങളിലും ഉള്ള പോസ്റ്ററുകളിലും ഒക്കെയുള്ള പേര് അഡ്വക്കേറ്റ് C അരുൺകുമാർ. നമുക്കറിയാമല്ലോ, നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേര് പറയുമ്പോൾ പെട്ടെന്ന് ആ പേര് നമ്മൾക്ക് ഓർമ്മയിലേക്ക് ഇനിഷ്യൽ ഉൾപ്പെടെയാണ് നമുക്കത് ഓർത്തു വെക്കുക. സ്വാഭാവികമായും അത്തരം ഒരു പേര് അവിടെ ഒരു ആളുകൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ ഇനിഷ്യലിൽ വരുന്ന മാറ്റം അഡ്വക്കേറ്റ് C അരുൺകുമാർ എന്നുള്ളത് അഡ്വക്കേറ്റ് അരുൺകുമാർ CA എന്ന് വരുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊരു ചിന്ത ആളുകളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വോട്ട് പാഴായി പോകുമോ എന്ന ആശങ്ക തീർച്ചയായും ഇടതുപക്ഷത്തിന് LDF-ന് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPI-യുടെ പ്രത്യേകിച്ച് CPI മത്സരിക്കുന്ന മണ്ഡലമാണ്. CPI ജില്ലാ സെക്രട്ടറി തന്നെ മണിക്കൂറുകളോളം ഇപ്പോൾ ആലപ്പുഴ കളക്ടറേറ്റിൽ ഇരുന്നു കൊണ്ട് ആ ഒരു വിഷയം അത് ഗൗരവപരമായി എടുത്ത് തന്നെ പരിഹരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് നിന്നിർത്തി അതിനുള്ള പേപ്പറുകൾ ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്ന് ഇവരുടെ നേതൃത്വത്തിൽ ഇവർ അവിടെ ഇരുന്ന് തന്നെ അത്തരം പേപ്പറുകൾ കളക്ടറുടെ സാന്നിധ്യത്തിൽ നീക്കുന്നുണ്ട്. എന്തായാലും ആ പേര് മാറ്റി കിട്ടണം എന്നുള്ള ആവശ്യം അവരുടെ ജെനുവിനാണ്. ആ ആവശ്യത്തിന് പുറത്ത് വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടാണ് നിർണായകമായി തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അതെ, ഏതായാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് CPI വ്യക്തമാക്കുന്നത്. പേര് മാറ്റി താങ്കൾ കൊടുത്ത പോലെ തന്നെ ആ ബാലറ്റ് പേപ്പറിൽ ഉണ്ടാകണം എന്ന് അവർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക് പോകേണ്ടത്, സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് വയനാട്ടിലെ BJP സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രൻ്റെ പ്രസ്താവനയിൽ വിവാദം. സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് അതാണെന്നും ഗണപതി വട്ടം എന്നാണെന്ന് സുരേന്ദ്രൻ ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പേര് മാറ്റുമെന്നാണ് സുരേന്ദ്രൻ്റെ അവകാശവാദം. വൈദേശികാധിപത്യത്തിൻ്റെ പേരിൽ വന്ന പേരാണ് സുൽത്താൻ ബത്തേരി എന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. അത് ആർക്കാ അറിയാത്തത്? ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ഈ നാട്ടിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ? സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ ഇത്ര മഹാ അത്ഭുതമായിട്ട്? ഇത് ഞാൻ പറഞ്ഞതാണോ? 1984 പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ്. ഗണപതി വട്ടമാണ്. പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും LDF-ഉം അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ്. എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം, ക്ഷേത്രധ്വംസനങ്ങൾ, പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഞങ്ങളതിനെ ഗണപതി വട്ടം എന്നാണ് വിളിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ സുരേന്ദ്രൻ്റെ നീക്കത്തിന് പിന്നിൽ വർഗീയ അജണ്ട ആരോപിച്ചാണ് CPM-ഉം കോൺഗ്രസും ഈ വിഷയത്തിൽ രംഗത്തെത്തിയത്. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോൾ ഇയാൾ വരും. ജയിച്ചാൽ നടക്കൂല, ഫാസിസം വരണം. അല്ലാണ്ട് വെറുതെ ജയിച്ചു എന്നുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാത്ത കാര്യം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്നും വിലപ്പോവില്ല.
ഒരു ഗണപതി വട്ടവും നടക്കും. കേരളല്ലേ, ഇത് കേരളാണല്ലോ. അല്ല, ഇവിടെ അത് നിങ്ങൾക്ക് തന്നെ അറിയണോ, സാധ്യതയില്ല. ജയിക്കാനും സാധ്യതയില്ല, മാറ്റാനും സാധ്യതയില്ല. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്നത് കെ സുരേന്ദ്രൻ്റെ ആഗ്രഹമാണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെ പ്രതികരണം. ഫാസിസത്തിൻ്റെ ഭാഗമായി ചരിത്രപരമായി പേരുകൾ മാറ്റുന്നു, കേരളത്തിൽ ഒരു ഗണപതി വട്ടവും വിലപ്പോകില്ല എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്തത്. ഏതായാലും ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാവുകയാണ്. നാളെ ഈ ഗണപതി വട്ടത്ത് വച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തണം എന്നൊരു നിലപാടിലേക്ക് കെ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം വരും ദിവസങ്ങളിലും പുകയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി മറ്റൊരു പ്രധാന വാർത്ത കൂടി പരിഗണിക്കാം. തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് ആശ്വാസം. ബാബുവിന് MLA ആയി തുടരാം. ബാബുവിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി M സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ശബരിമല അയ്യപ്പൻ്റെ ചിത്രമുള്ള സ്ലിപ്പ് വോട്ടർമാർക്ക് നൽകി എന്നതിന് സാക്ഷിമൊഴി സാധൂകരിക്കുന്നതിനും തെളിവില്ല എന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞു. വളരെ 3-4 ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാം അപ്പീൽ ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ എന്നുള്ളൊരു ഗ്രൗണ്ടായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. അതിൽ പലതും ഹൈക്കോടതി ആദ്യമേ തന്നെ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരുന്നു. ഈ ഇലക്ഷൻ സ്ലിപ്പിൽ അയ്യപ്പന്റെ പടം വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന ഒരൊറ്റ ആരോപണം മാത്രമാണ് ട്രയലിലേക്ക് പോയിരുന്നത്. അതിനാണ് ശ്രീ സ്വരാജ് തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷെ അതൊന്നും റിലേ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വിറ്റ്നസ്സുകളല്ല. അപ്പോൾ വിറ്റ്നസ്സുകൾ പറഞ്ഞിരിക്കുന്ന മൊഴി കൊറോബറേറ്റ് ചെയ്യുന്ന യാതൊരു ഡോക്യുമെന്ററി എവിഡൻസും സ്വരാജിന് ഹാജരാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇലക്ഷൻ വിധിച്ചത്. വിധിയിൽ സന്തോഷമുണ്ട് എന്നാണ് സംഭവത്തിൽ കെ ബാബു പ്രതികരിച്ചത്. ജനകീയ കോടതി വിധികൾ LDFും ഹർജിക്കാരും അംഗീകരിക്കണമെന്നും കെ ബാബു പറഞ്ഞു. വളരെ സന്തോഷം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ തെരഞ്ഞെടുപ്പ് വിധി അസാധുവാക്കണമെന്നും LDF സ്ഥാനാർത്ഥിയെ വിജയിയാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൻ്റെ മായി ബന്ധപ്പെട്ട് 3 വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കേസ് ഇന്നിപ്പോൾ കോടതി വിധിയായി. വിധിയുടെ വിശദവിവരങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നായാലും അവരുടെ കേസ് തള്ളി ആ പ്രശ്നം അവസാനിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന വിചിത്ര വിധിയാണ് എന്നായിരുന്നു M സ്വരാജിൻ്റെ പ്രതികരണം. വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അപ്പീൽ പോകുമെന്നും M സ്വരാജ് പറഞ്ഞു. എല്ലാ തെളിവുകളും കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ വിധി മറിച്ചാണ് ഉണ്ടായത്. ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ്. ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയല്ല. ഒരു കേസിലെ ജയപരാജയമൊന്നും ഒരു പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ ഈ കേസിലൂടെ വിജയിച്ച് നിയമസഭാംഗമാവുക എന്നതൊന്നുമല്ല ഇതിന്റെ ആത്യന്തികമായ കേന്ദ്ര പ്രശ്നം. അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന, ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന നഗ്നമായ നിയമലംഘനങ്ങൾ തടയപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യമാണ്. പക്ഷേ ഈ വിധി തെറ്റായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകും. പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിന്റെ ഉച്ചസ്ഥായിയിലാണ് ഈ വിധിയും പുറത്തു വരുന്നത്. ഈ വിധി തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട്. വിശ്വാസികളുടെ വോട്ട് നേടാൻ, വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ, അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം അച്ചടിച്ച് അവർക്കിടയിൽ പ്രചരണം നടത്തിയാൽ പോലും അതൊക്കെ ചെയ്യാവുന്നതാണ്, അതൊക്കെ സാധൂകരിക്കപ്പെടും എന്ന തോന്നൽ ഈ വിധി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത്. പാർട്ടിയുമായും വക്കീലുമായും ആലോചിച്ച ശേഷം വിധിയുടെ വിധിപ്പകർപ്പൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. ഏതായാലും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് M സ്വരാജ് തീരുമാനിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ വിഷയത്തിൽ ആജ്ഞ രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുവെന്ന് കാട്ടി കെ ബാബു MLAക്കെതിരെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്.
എം സ്വരാജ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സാക്ഷികൾക്കോ അല്ലെങ്കിൽ രേഖകൾക്കോ തെളിവുകൾക്കോ ഒന്നും ഈ പറയുന്ന ആരോപണം സാധൂകരിക്കാനായില്ല എന്ന് കാണിച്ചാണ് ഹൈക്കോടതി ഈ ഹർജി തള്ളുന്നത്. 2 മുതൽ 5 വരെയുള്ള സാക്ഷികൾ CPM പ്രവർത്തകരാണ്. അതുകൊണ്ട് അവരുടെ സാക്ഷിമൊഴികളെ മുഖവിലേക്കെടുക്കാൻ കഴിയില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. നമുക്കറിയാം 1991 മുതൽ തുടർച്ചയായി കെ ബാബു സ്ഥിരമായി നിയമസഭയിലെത്തുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അതേസമയം 2016 തെരഞ്ഞെടുപ്പിലാണ് എം സ്വരാജ് ഈ വിജയത്തെ അട്ടിമറിച്ചുകൊണ്ട് നിയമസഭയിലെത്തുന്നത്. തുടർന്ന് ഈ മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടത് UDFന്റെ ആവശ്യകതയെ മാറുകയായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ കെ ബാബു വീണ്ടും ഇതേ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തുന്നു. 992 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ ബാബു അന്ന് വിജയിക്കുന്നത്. രാഷ്ട്രീയ കേരളം അങ്ങേയറ്റം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇവിടെ ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നുള്ള ഒരു സാധ്യത കൂടി തെളിഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ കേവലമായി ചെറിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അന്ന് കെ ബാബു മണ്ഡലം തിരിച്ചുപിടിച്ചത്. അന്ന് തന്നെ 2021 തന്നെ എം സ്വരാജ് ഈ ഹർജി ഫയൽ ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചു, ഹൈന്ദവ വോട്ടുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, വിശ്വാസികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് എം സ്വരാജ് ഈ ഹർജി ഫയൽ ചെയ്യുന്നത്. അന്ന് തന്നെ ഹൈക്കോടതിയിൽ കെ ബാബു തടസ്സ ഹർജി ഉന്നയിച്ചെങ്കിലും അത് തള്ളുകയും തുടർന്ന് സുപ്രീംകോടതി സമീപിക്കുകയും സുപ്രീംകോടതിയും ഈ കാര്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഇതിൽ ബാബുവിന്റെ ഹർജി തള്ളുന്ന ഒരു സാഹചര്യമാണ്. പ്രഥമ ദൃഷ്ട്യാ സ്വരാജിന്റെ ഹർജി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടാണ് അന്ന് സുപ്രീംകോടതി ഈ ഹർജി തള്ളാനുണ്ടായ സാഹചര്യം. എന്നാൽ ഇന്ന് വീണ്ടും ഹൈക്കോടതി ഈ കേസിൽ വിധി പറയാനിരിക്കെയാണ് സ്വരാജിന്റെ പക്ഷത്തിന് മതിയായ തെളിവുകൾ ഈ പറയുന്ന മതചിഹ്നം ഉപയോഗിച്ചു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം നടത്തി എന്നുള്ള ഒരു ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനം ഉണ്ടായി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ സാക്ഷിമൊഴികളും അത് സാധൂകരിക്കുന്ന തരത്തിലായിരുന്നില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. തിരയിളക്കം ഒരു ചെറിയ ഇടവേളയിലേക്ക് പെട്ടെന്ന് മടങ്ങി വരും. കണ്ടെത്തൽ തിരയിളക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം. ആറ്റിങ്ങലിൽ ഇടതുമുന്നണിയും BJPയും തമ്മിൽ രഹസ്യധാരണ എന്ന് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. വിജയം ഉറപ്പാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അടൂർ പ്രകാശിനൊപ്പം ഇന്ന് VV അരുൺ അവിടെ പ്രചരണ പരിപാടികൾക്ക് റിപ്പോർട്ട് ചെയ്യാനായി അവിടെ എത്തിയിരുന്നു. VV അരുണിന്റെ റിപ്പോർട്ട് കാണാം. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ വാഹന പര്യടനം പുരോഗമിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇനി 2 ആഴ്ചയിൽ താഴെയുള്ളൂ തെരഞ്ഞെടുപ്പിന്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസവും? നന്നായി നടക്കുന്നു. ആത്മവിശ്വാസത്തിൽ യാതൊരു കുറവുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. എല്ലാ ദിവസങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് ഓരോ മേഖലകളിൽ എത്തുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇതുവഴി വന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എതിർ പാർട്ടിക്കാർ, എതിർ മുന്നണിക്കാർ വിമർശനം ഉന്നയിക്കും. വലിയ വിമർശനമാണ് അങ്ങേക്കെതിരെ CPM ആകട്ടെ, LDF ആകട്ടെ, BJP ആയിട്ട് ഉന്നയിക്കുന്നത്. എങ്ങനെയാണ്? ഒന്നും ചെയ്തില്ല എന്ന പരാതിയാണ് അവർ പറയുന്നത്. അതിപ്പോ അത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എന്തും പറയാം. ഈ സത്യാവസ്ഥകൾ ഒരിക്കലും പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷെ സത്യാവസ്ഥകൾ മറച്ചു വെക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരുടെ മുമ്പിൽ ഇത് ചെയ്തില്ല എന്ന് പറയാൻ ആർക്കും പറ്റില്ല. അതാണ് ഇതിന്റെ സത്യാവസ്ഥ, അതിന്റെ യാഥാർത്ഥ്യം അതാണ്. പലപ്പോഴും പല പഞ്ചായത്തുകളിലും MP എന്നുള്ള നിലയിൽ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചാൽ ആ പഞ്ചായത്തുകൾ അതിനെ എതിർക്കുകയാണ്. എന്ന് വെച്ചാൽ പഞ്ചായത്ത് എതിർക്കാനുള്ള കാരണമെന്ന് പറയുന്നത് LDF നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു കാരണവശാലും അവരത് അനുവദിക്കാതെ പോകുന്നുണ്ട്. അത് സ്വാഭാവികമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ കൊടുക്കുന്നത് അവരനുവദിക്കുന്നില്ല എങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് കൊടുക്കും. അത് കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കിക്കൊണ്ടല്ല. ആര് ഒരാവശ്യം ഉന്നയിച്ചാലും ആ ആവശ്യം ഉന്നയിക്കുന്നതനുസരിച്ച് ആ പ്രദേശത്തേക്ക് മാറ്റിക്കൊടുക്കും. അങ്ങനെ 100% MP ഫണ്ട് ഞാനിവിടെ ചെലവഴിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. 100%. BJP ആയിട്ട് ഒത്തുകളിക്കുന്നു. കഴിഞ്ഞ തവണയും BJPയുടെ സഹായത്തോടെ ജയിച്ചത്. ഇരട്ട വോട്ടിലടക്കം
BJP-യുടെ ഓഫീസ് സെക്രട്ടറി സഹായിച്ചു എന്നർത്ഥം വിമർശനം. ഇരട്ട വോട്ടിനടക്കം BJP-യുടെ ഒരു ഓഫീസ് സെക്രട്ടറി സഹായിച്ചു എന്ന പരാതിയൊക്കെ ഓരോ ജനാധിപത്യ മതേതര വിശ്വാസികളിലും അർപ്പിതമാണ്. അമിതാധികാരവും ദൂർത്തും കാരണം സാധാരണക്കാരന്റെ ജീവിതം തൊട്ടുപുറകിലായി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നേരത്തെ ഉള്ള തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഒക്കെ BJP-യും CPM തമ്മിലാണ് ഇവിടെ ഇടയ്ക്ക് പാർട്ടി വിട്ട വെള്ളനാട് ശശി അടക്കം ആരോപിച്ചത് അങ്ങേക്കെതിരെയാണ് ആരോപണം. അങ്ങ് BJP ജയിച്ചാൽ മതി, പ്രശ്നമില്ല എന്ന തരത്തിലൂടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ആരോപണമൊക്കെ. അദ്ദേഹത്തിന്റെ ആരോപണത്തെ അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ. ഞാൻ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇതേക്കുറിച്ച് യാതൊരു ബന്ധവുമില്ല, ഞാൻ അറിയില്ല. അത് അവരും ജ്യേഷ്ഠവും അനിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരത് പരിഹരിക്കട്ടെ. അത് പരിഹരിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരാളിന്റെ മണ്ടയ്ക്ക് വെച്ച് കെട്ടി ഇത് രക്ഷപ്പെടാമെന്ന് കരുതുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കേന്ദ്രമന്ത്രിയാണ് BJP സ്ഥാനത്ത്. എങ്ങനെയുണ്ട്? ആരുമായിട്ടാണ് നേരിട്ടുള്ള മത്സരം? LDF ആയിട്ടാണോ BJP ആയിട്ടാണോ നേരിട്ടുള്ള മത്സരം? ആരുമായിട്ടാണ്? UDF LDF തമ്മിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് മുഖ്യമായി ഉണ്ട്. അതിനകത്ത് UDF-നെ ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥ ഈ നിയോജകമണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല തരത്തിലുള്ള പ്രചരണങ്ങൾ കൊടുത്തുകൊണ്ട് അവർ മുമ്പോട്ട് പോവുകയാണ്. ആ മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ ഞങ്ങളായാലും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ല. നമ്മുടെ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തി യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഞങ്ങൾക്കില്ല. UDF-യുടെ നല്ല അതുതന്നെയാണ് അടൂർ പ്രകാശിന്റെ ഉറപ്പ്, അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. ഇത്തവണയും വിജയിക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് അടൂർ പ്രകാശ് ഈ വാഹന പര്യടനം തുടരുന്നത്. അരുൺ പാലോടിനൊപ്പം BV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. അവിടെ ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു VV അരുൺ. ഇനി മറ്റൊരു വാർത്ത നോക്കാം. തെറ്റായ സത്യവാങ്മൂലം നൽകിയെന്ന ആരോപണത്തിൽ തനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. 15 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ല. BJP സ്ഥാനാർത്ഥികളെ ആക്രമിക്കാൻ ആണ് LDF UDF ശ്രമമെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. തിരുവനന്തപുരം നല്ല തന്നെ. തിരുവനന്തപുരത്തിൻ്റെ ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും തരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹവും ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഊർജ്ജം എടുത്തിട്ട് ഞാൻ മടങ്ങി തിരുവനന്തപുരത്ത് പോന്നു. ഇന്ന് ക്യാമ്പയിൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്നലെ രാത്രി ഒരു 12:45 ട്രെയിനിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടുന്ന് ഒരു 9 മണിക്ക് 8-8:30 മണിക്ക് ഗുരുവായൂരെത്തി അവിടുത്തെ ദർശനം കിട്ടി ഭഗവാന്റെ അനുഗ്രഹം എടുത്തിട്ട് ഞാൻ മടങ്ങി പോകുന്നു. എല്ലാവിധ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. തിരുവനന്തപുരത്തൊരു മാറ്റം, കേരളയിലും മാറ്റം ജനങ്ങൾക്ക് വേണം. ആ മാറ്റം ഈ ഇലക്ഷനിൽ കാണും എന്നാണ് ഞാൻ എൻ്റെ ഒരു ഫീലിംഗ്, എൻ്റെ ഒരു അപേക്ഷ. തിരുവനന്തപുരത്ത് വളരെ ശക്തമായ ഒരു വാദപ്രതിവാദങ്ങളും വലിയ ഫൈറ്റാണല്ലോ. അതല്ല ഞാൻ പറഞ്ഞ അത്. ഇവിടെ കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത പണിയും വികസനവും പുരോഗതി ഇന്ത്യയിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇവിടെ മാത്രം നമ്മുടെ കേരളയിൽ ആ ഒരു പഴയ UDF LDF-ൻ്റെ ഒരു രാഷ്ട്രീയവും, നമ്മളിപ്പോൾ വികസനവും പുരോഗതിയെ പറ്റി പറയുമ്പോൾ അവർക്ക് ഓരോരോ ഇൻകോൺസിക്വൻഷ്യൽ ഇഷ്യൂസും പേഴ്സണൽ അറ്റാക്കും ചെയ്ത് ഒരു രാഷ്ട്രീയമാണ് കാണുന്നത്. അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വികസനം, ഈ പുരോഗതി, ഈ തൊഴിൽ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. അവരുടെ റെക്കോർഡ് നമുക്കറിയാലോ. ഇവിടെ 8 കൊല്ലം കേരളത്തിൻ്റെ ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ CPI-CPM-ൻ്റെ സർക്കാർ എന്ത് ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ കടം വാങ്ങിച്ചിട്ടാണ് ഗവൺമെൻറ് ഓഫീസേഴ്സിനും ഗവൺമെൻറ് പേഴ്സണലും പെൻഷനേഴ്സിനെല്ലാം സാലറീസും പെൻഷൻസും കൊടുക്കുന്നത്. ആ സ്ഥിതി ഇവിടെ 2004 മുതൽ 2014 വരെ 2014 ജനങ്ങൾ കോൺഗ്രസിനൊരു അവസരം കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു നമുക്കറിയാം. അഴിമതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തിരുവനന്തപുരത്തേക്ക്.
15-ാം തീയതി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് പൊതുയോഗം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ പങ്കെടുക്കും. അന്ന് തന്നെ തൃശൂർ ജില്ലയിലെ റാലിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കാണാം വി വിനോദിൻ്റെ റിപ്പോർട്ട്. ഈ വർഷം ആരംഭിച്ച ശേഷം ഇത് 6ാമത് തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. 15-ന് തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അവിടെ തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിക്കും വലിയ പ്രത്യേകതയുണ്ട്. കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജിലാണ് അദ്ദേഹം എത്തുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനങ്ങൾ നടന്നിരുന്നതെങ്കിൽ ഇക്കുറി അത് ഗ്രാമീണ മേഖലയിലേക്ക് പോകുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ആദിവാസികൾ, അതോടൊപ്പം തന്നെ പിന്നാക്ക ജനസമൂഹം, അങ്ങനെയുള്ള ആളുകളുടെ വോട്ടുകൾ കാലങ്ങളായി UDF-നെയും LDF-നെയും പിന്തുണച്ചിരുന്ന നെയ്യാറ്റിൻകര, പാറശാല, കോവളം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം നാടാർ സമൂഹമാണ്. ഈ വോട്ടുകൾ BJP ലക്ഷ്യം വയ്ക്കുന്നു എന്നത് വ്യക്തമാണ്. ശശി തരൂരിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം സമ്മാനിച്ചത് ഈ മണ്ഡലങ്ങളിലെ വോട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു വോട്ട് വിഹിതം BJP-യിലേക്ക് എത്തിക്കുക എന്നൊരു തന്ത്രം പാർട്ടിക്കുണ്ട്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം വരുന്നത് BJP-ക്ക് ഏറ്റവും നല്ല വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് കഴിഞ്ഞ ടേം മുതൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ച കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ V മുരളീധരൻജി തന്നെ മത്സരിക്കുന്നത് കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ 1.5 വർഷക്കാലമായി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട്, ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട്, വിദേശ യാത്രകൾ കഴിഞ്ഞ് കിട്ടുന്ന സമയം മുഴുവനും ആറ്റിങ്ങൽ പാർലമെന്റിലെയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെയും ഒക്കെ തന്നെ ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം കൂടുതൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന്റെ വിജയസാധ്യത വളരെ കൂടിയിരിക്കുകയാണ്. അതിനൊരു ആത്മവിശ്വാസം പകരുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടി തന്നെയാണ് ഞങ്ങൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ട കാട്ടാക്കടയിൽ പരിപാടി വച്ചിരിക്കുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിയിൽ പാർട്ടി പ്രവർത്തകർക്ക് പുറമെ പൊതുജനങ്ങൾക്കും പാസ് നൽകുമെന്ന് BJP ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് പുറമെ അമിത്ഷായും തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ തിരുവനന്തപുരത്ത് നടക്കും. വി വിനോദ്, News 18 തിരുവനന്തപുരം. ഏതായാലും പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. അനിൽ ആന്റണിക്ക് എതിരായ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു ആരോപണം TG നന്ദകുമാർ നടത്തിയിരുന്നു. അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. അനിൽ ആന്റണിക്കെതിരെ ഈ TG നന്ദകുമാർ നടത്തിയ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെടുന്നത്. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. നന്ദകുമാറിനെ 100% വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ നന്ദകുമാർ പറഞ്ഞു എന്ന് കരുതുന്ന ആരോപണം തള്ളിക്കളയാൻ ആകില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോഴ ആരോപണത്തിൽ അനിൽ ആന്റണിയും ആന്റോ ആന്റണിയും വിശദീകരിക്കണമെന്ന് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്. മസാല ബോണ്ടിലെ ED കേസിൽ കോടതിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആരെങ്കിലും പറയുന്നത് കേട്ട് ഏറ്റുപിടിക്കാൻ ഇല്ല. സുപ്രീം കോടതിയിൽ പോയാൽ താനും പോകുമെന്നും തോമസ് ഐസക് പറഞ്ഞു. CAA വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രകടന പത്രികയിൽ CAA റദ്ദാക്കുമെന്ന് പറയാനുണ്ട് എന്നായിരുന്നു സതീശൻ്റെ വാദം. എന്നാൽ പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്ക് പോലും കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ല. RSSൻ്റെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കാൻ എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. BJPയും കോൺഗ്രസിനെയും നയിക്കുന്നത് കേരള വിരുദ്ധ വികാരമാണ്. കേരളമാകെ LDF അനുകൂല തരംഗമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലത്തെ കോൺഗ്രസുകാർ ഉച്ചയ്ക്ക് BJP ആകുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കോൺഗ്രസിൻ്റെ ആശയങ്ങളോടും വിരുദ്ധതയും BJP ആശയങ്ങളോട് ആഭിമുഖ്യവും പുലർത്തുന്ന ആളാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. മോദിക്ക് പരാജയഭീതിയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇനിയൊരു ഇടവേളയാണ്, പെട്ടെന്ന് മടങ്ങിയെത്തും. തെരയിളക്കം തുടരുന്നു. ദ കേരള സ്റ്റോറി സഭകൾ പ്രദർശിപ്പിക്കുന്നത് BJP സ്വാഗതം ചെയ്യുന്നുവെന്ന് പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി. സിനിമയുടെ പ്രദർശനം തടയാൻ ശ്രമിക്കുന്നത് കോൺഗ്രസും CPM-ഉമാണ്. ഇവരുടെ പ്രീണന രാഷ്ട്രീയമാണ് ഇതിനു പിന്നിൽ.
മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. മണിപ്പൂർ വിഷയം വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. ആൻ്റണിയും കുടുംബവും വിവിധ ബാങ്കുകളിൽ നിന്ന് 16 കോടി രൂപ തട്ടിയെടുത്തു. ഈ വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. NDA സ്ഥാനാർത്ഥിക്കെതിരെ നെറുകെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്നും അനിൽ ആൻ്റണി പറഞ്ഞു. അനിൽ ആൻ്റണിക്കെതിരായ നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം എന്ന ആവശ്യം MV ഗോവിന്ദൻ ഉന്നയിച്ചു. നന്ദകുമാറിനെ 100% വിശ്വസിക്കാൻ കഴിയില്ല എന്ന ആരോപണവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കോഴ ആരോപണത്തിൽ അനിൽ ആൻ്റണിയും ആൻ്റണിയും വിശദീകരിക്കണമെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് പറയുകയും ചെയ്തു. ആരെങ്കിലും പറയുന്നത് കേട്ട് ഏറ്റുപിടിക്കാൻ ഇല്ലെന്നുമൊക്കെയായിരുന്നു അവരുടെ പ്രതികരണം. ഇനി സുപ്രധാനമായ മറ്റ് ഒരു വാർത്ത നോക്കാം. രാവിലെ കോൺഗ്രസ്സുകാരാകുന്നവർ ഉച്ചയ്ക്ക് BJP ആകുന്നു എന്ന പരാമർശമാണ് ബിനോയ് വിശ്വം നടത്തിയത്. അത് തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അത്തരക്കാരനാണ് എന്നൊരു ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ ചർച്ചയായി നാദാപുരത്തെ ജീപ്പ് സ്ഫോടനം. 3 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് CPM രംഗത്തെത്തി. എന്നാൽ പെരുന്നാൾ ആഘോഷത്തിനായി വാങ്ങിയ പടക്കം പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ചെറിയ പെരുന്നാളിന്റെ തലേന്നാണ് പടക്കം പൊട്ടി വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഉഗ്രസ്ഫോടനത്തോടെ ഈ ജീപ്പ് തകരുകയാണ്. ജീപ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പൂർണ്ണമായും ജീപ്പിന്റെ ഉൾവശവും പുറകു ഭാഗവും ഒക്കെ തകർന്ന നിലയിലാണുള്ളത്. ജീപ്പിന്റെ ചില ഭാഗങ്ങൾ ഉഗ്രസ്ഫോടനത്തെ തുടർന്ന് ഏറെ ദൂരത്തേക്ക് തെറിച്ചു പോകുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തി. എന്തായാലും പടക്കം പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടമെന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത്. ഒപ്പം ഈ സ്ഥലത്ത് തന്നെ നമുക്ക് കാണാം വലിയ രീതിയിൽ പടക്കം പൊട്ടിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. വലിയ തോതിൽ നമുക്ക് ഇതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുകയും ചെയ്യും. പ്രദേശത്തുള്ള യുവാക്കളടക്കമുള്ളവർ ഒന്നിച്ച് സംഘം ചേർന്ന് പടക്കം വാങ്ങിയ ശേഷം ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ പടക്കം പൊട്ടിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതൊരു രാഷ്ട്രീയ വിവാദമായി വടകരയിൽ മാറുന്നു എന്നതാണ് വാസ്തവം. കാരണം LDF വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി തന്നെ ഈ സ്ഫോടനത്തെക്കുറിച്ചുള്ള വളരെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ലീഗിന്റെ ശക്തി കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനം ദുരൂഹമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരമൊരു സ്ഫോടനം എന്ന വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ പാനൂരിലുണ്ടായ ആ സ്ഫോടനം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരാളുടെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരിക്കുന്നു. പോലീസ് സമഗ്രമായി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ നാട്ടുകാരുണ്ട്. അവർക്ക് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ഇത് പെരുന്നാളിൻ്റെ അന്ന് തലേദിവസം എല്ലാ കൊല്ലവും ഇതുപോലെ പൊട്ടിക്കലുണ്ട്, പടക്കം പൊട്ടിക്കലുണ്ട്. അതുപോലെ അന്ന് രാത്രി പൊട്ടിച്ചതാണ്. അബദ്ധവശാൽ ഇതൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചതാണ്. അത് ഈ റോഡിൻ്റെ മുകളിൽ നിന്ന് ഇത് മലപ്പടക്കം ഇതിലേക്ക് വന്ന് പതിച്ചു. എന്നിട്ട് ഒരുപാട് പടക്കം ഉണ്ടായിരുന്നു. കുറച്ച് പടക്കങ്ങളുണ്ട്. തുടങ്ങുന്നതിനുള്ള പൊട്ടിച്ച് തുടങ്ങുന്ന സമയത്തായിരുന്നു. ഇതിപ്പോൾ പല രീതിയിലാണ് പുറത്തു വരുന്നത്. ഈ CPM ഒക്കെ അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വലിയ സ്ഫോടനം നടന്നു, എന്താണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലൊരു രാഷ്ട്രീയമൊന്നുമില്ല. ഇതെല്ലാവരും ഉണ്ട്. സാധാരണ കൊല്ലത്തിൽ പടക്കം പൊട്ടിക്കുന്ന പൊട്ടിച്ച് ചീതറി വീണിട്ട് ജീപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ തീ പിടിച്ച വേറൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം. പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഈ ഇലക്ഷൻ ടൈമിൽ രാഷ്ട്രീയപരമായിട്ട് കൊണ്ടുവന്നത് വേറെ ഒന്നല്ല, വേറെ രാഷ്ട്രീയമില്ല. താങ്കളുടെ മകനും ഈ പടക്കം പൊട്ടിച്ച കൂടുതലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അത് പിന്നെ കേസ് എടുത്ത് പേരെഴുതിയിട്ടുണ്ട്. ഓൻ CPM പ്രവർത്തനം. താങ്കൾ ലീഗാണ്, മകൻ CPM ആണ്. മകനും ഇതിലുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം ഇല്ല. അതിന് പല ആൾക്കാരുണ്ട്, എല്ലാത്തിലുണ്ട്. നമ്മളിത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും കൂടിയിട്ട് ഇവിടുന്ന് നമ്മൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് വാങ്ങിയതാണിത്. അപ്പോൾ അതിൽ ഇപ്പം പെരുന്നാൾക്ക് രാഷ്ട്രീയം ആരും നോക്കുകയല്ല, നമ്മൾ ആഘോഷിക്കുമല്ലോ നോക്കുക.
അപ്പോൾ ഇതിൽ ഇപ്പം പാളിക്കുന്ന ടൈപ്പ് ഇതിൽ കഴിഞ്ഞ് പൊട്ടിക്കുന്ന കുറച്ച് അതിലുണ്ട് സ്റ്റോക്ക്. അപ്പോൾ അതിനിടയ്ക്ക് അട്ടിച്ചടക്കില്ല, അത് പൊട്ടിക്കുമ്പോൾ അതിന് സ്പാർക്ക് ഇതിലേക്ക് വന്ന് ബ്ലാസ്റ്റ് ആയതാണ് സംഭവം. വലിയ ബ്ലാസ്റ്റ് ആണ് നടന്നത് അല്ലേ? നമ്മൾ ഓടി കൊണ്ട് നമുക്ക് കാണാൻ സൗണ്ട് ഉണ്ട്, നല്ല ടാങ്കി പൊട്ടി തെറിച്ച് അറിയാമല്ലോ, ജീപ്പ് ടാങ്കി പൊട്ടുമ്പോൾ സൗണ്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ട്. പിന്നെ സംഭവിച്ചത്ര തന്നെ. ഈ ബോംബ് സ്ക്വാഡൊക്കെ സ്ഥലത്ത് പരിശോധനകളൊക്കെ നടത്തി കഴിഞ്ഞു. എല്ലാം നടത്തി കഴിഞ്ഞു. CPM ഇത് രാഷ്ട്രീയപരമായിട്ട് കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇതെല്ലാവരും കൂടി ചെയ്തൊരു പരിപാടി. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ലേ. ഇതിന്റെ അടുത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് 5 പേര് മരിച്ചൊരു കുറെ ദൂരെയാണ്, 5 കിലോമീറ്റർ ദൂരെയാണ്, 5-6 കിലോമീറ്റർ ദൂരെയാണ്. ഇപ്പം അടുത്തല്ലത്, ഇതിനെക്കാട്ടും 6 കിലോമീറ്റർ ദൂരെയാണ്. നരിക്കാട്ടിരുന്ന സ്ഥലത്താണ് ഇത്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറമാണ്. ഇത്തരം സംഭവങ്ങളുമായി യാതൊരു ബന്ധമില്ല. ഇത് കൂട്ടുകാരോട് ചടക്കം പിടിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പം CPM രാഷ്ട്രീയപരമായിട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ എല്ലാവരും ഉള്ള CPM, ലീഗ്, കോൺഗ്രസ്, BJP എല്ലാവരും ഉള്ളതാണ്. ഇന്ന് ദേശാഭിമാനി വാർത്തയില് വലിയൊരു ലീഗ് പ്രവർത്തകരാണ് ഇത് ചെയ്തതെന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനമല്ല കുട്ടികൾ നടത്തിയത്. കാരണം ഇതിൽ എല്ലാ പാർട്ടിക്കാരും, CPM ആയാലും ലീഗായാലും എല്ലാ പാർട്ടിക്കാരും ചേർന്നിട്ട് നടത്തുന്ന ഒരു പ്രവൃത്തിയാണ്. വർഷാവർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന. അപ്പോൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ ഇത് ആർക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ ബ്ലാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും. ഈ പോലീസിന് ആ സമയത്ത് ഇത് മനസ്സിലാക്കി, ശരിക്കും ഇങ്ങനെ ഇത് സംഭവിച്ചതെന്ന ചടക്കം പൊട്ടിയെന്നെല്ലാം മനസ്സിലാക്കി. പിന്നെ അതിന്റെ ശേഷം രാഷ്ട്രീയപരമായിട്ട് വരുന്നത് അങ്ങനെയുള്ളത്. ആ സമയത്ത് തന്നെ CPM പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു, ഈ പൊട്ടുന്ന സമയത്തും ഉണ്ടായിരുന്നു. എന്തായാലും പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ല ഈ പൊട്ടലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. നേരത്തെ UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പ്രതികരിച്ചിരുന്നു. ജീപ്പിൽ പടക്കം പൊട്ടിയത് പടക്കമായി തന്നെ കാണുകയും പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്നതിനെ ബോംബ് സ്ഫോടനമായി തന്നെ കാണുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പടക്കം പൊട്ടിയുണ്ടായ അപകടമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പരാതികൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ശക്തമാവുകയാണ്. ചിലയിടത്ത് ബോംബാണെന്നും ചിലയിടത്ത് അത് പടക്കമാണെന്നും ചിലയിടത്ത് പടക്കം ബോംബാണെന്നും ഒക്കെയുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേൾക്കാൻ കഴിയും. ഏതായാലും കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി അടുത്ത ദിവസം തിരയിളക്കം വീണ്ടും ഉണ്ടാകും. ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു. നന്ദി.